എൻ്റെ പ്രിയ ഫിജോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ സീസണിൽ വേണമെന്നും നിങ്ങൾ തിരിച്ചു വരണമെന്നും ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്ത് ഫിജോ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഗെയിം പല രീതിയിലും നമുക്ക് വിമർശനം വിധേയമാക്കാം. പക്ഷേ റോക്കി ചെയ്ത തെറ്റിന് ഫിജോയുടെ ഭാവി കൂടി അവതാളത്തിലാകരുത്, ഫിജോയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാൻ നിരന്തരം വീഡിയോകളിലൊക്കെ ആവശ്യപ്പെട്ടത്. പക്ഷെ അത് തെറ്റിപ്പോയോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പം അവിടുന്ന് എങ്ങനെയാണോ തങ്ങൾ തിരിച്ചു പോയത്, അവിടുന്നതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് തങ്ങൾ തുടങ്ങുന്നത്. ഡയലോഗുകൾക്കൊന്നും യാതൊരു മാറ്റമില്ല, മെഴുകും, എഴഞ്ഞു പോകും. ആ സ്ഥിരം ഡയലോഗ് കുണുവാവേ എന്നുള്ള സാധനം മാത്രമേ ഇനി പറയാനുള്ളൂ എന്ന് തോന്നുന്നു. അത് അടുത്ത് തന്നെ പറയും. അപ്പം ഇന്നലെ ജയിലിൽ ജിൻഡോയെ ജാസ്മിൻ വളരെ ക്രൂരമായി അടിക്കുകയും വലിയ ഷോ കാണിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ ഇടയ്ക്ക് ജിൻഡോ ഫിജോ കയറി വരുന്നുണ്ട്. ഫിജോ കയറി വന്നിട്ട് ജിൻഡോയോട് പറയുന്നു, നീ ഇവിടെ വലിയ ഷോ കാണിക്കണ്ട, എഴഞ്ഞേ പോകൂ, മെഴുകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇവിടെ കിടന്ന് കരയും, മുള്ളും മാന്തും. ഈ ഡയലോഗൊക്കെ മാറ്റേണ്ട സമയമായി ഫിജോ. ആദ്യ സമയം തൊട്ട് നമ്മൾ കേൾക്കുന്നത്. ഇനി തുടങ്ങാനുള്ളത് താടിക്ക് വീഴ്ചിട്ട് കുണുവാവേ കരയല്ലേ എന്ന് പറയാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ കളിക്കേണ്ട സമയത്ത് കളിച്ചില്ല. ഗബ്രി അവിടെ കടന്ന് അത്രേ ഷോ കാണിച്ചപ്പോൾ നിങ്ങൾ ഒരക്ഷരം മിണ്ടിയില്ല. അതുപോലെ തന്നെ ജാസ്മിൻ ആ ജയിലിൽ കടന്ന് ഇത്രയും ഷോ കാണിച്ചപ്പോൾ നിങ്ങൾ ഒരക്ഷരം ജാസ്മിനെതിരെ മിണ്ടാതെ അവിടെ കിടന്നുറങ്ങി ജിൻഡോയ്ക്കെതിരെ പ്രതികരിച്ചപ്പോൾ ഏതാണ്ട് വലിയ കാര്യമാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് ചുമ്മാതാണ്. പിന്നെ ജിൻഡോ ഒന്നും ചെയ്യത്തില്ല, കാരണം അതിൻ്റെ ഇടയിൽ ജയിലിൻ്റെ അഴിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എത്രമാത്രം ഷോ ശരണ്യെ കാണിക്കാം, ബാക്കിയുള്ള മത്സരാർത്ഥികളെ എല്ലാം കാണിക്കാം, യാതൊരു കുഴപ്പമില്ല. കാരണം എഴിയുണ്ട്, അതുകൊണ്ട് ജിൻഡോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ റോക്കി ആയിട്ട് ഒരു അടി കിട്ടിയപ്പം തന്നെ നിങ്ങൾക്ക്, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്, ഒരടി കിട്ടിയപ്പം തന്നെ നിങ്ങൾ കുറച്ച് ദിവസം പുറത്തു പോയി. പക്ഷേ ജിൻഡോയായിട്ട് ഏറ്റുമുട്ടാതിരിക്കുന്നതാണ് നിങ്ങൾക്കുടെ ആരോഗ്യത്തിൽ സത്യം പറഞ്ഞ നല്ലത്. നിങ്ങളങ്ങനെ വഴിപ്പെടില്ല എനിക്ക് തോന്നുന്നു, കാരണം അനുഭവമാണല്ലോ ഗുരു. പിന്നെ ഇപ്പോൾ ഇവിടെ ഷോ കാണിച്ചതെന്ന് പറഞ്ഞാൽ ജയിലഴികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങൾ പറയുന്നത് കേട്ടു, ജിൻഡോയെ തല്ലിയപ്പം, ജാസ്മിൻ തല്ലിയപ്പം നിങ്ങൾ ശരണ്യെ ചെയ്തതിൻ്റെ മറുപടി പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞാൽ മതിയെന്ന്. ശരണി എന്താ ചെയ്തത്, ശരണി ആരാ എന്ത് ചെയ്തത്, അതിൻ്റെ വീഡിയോകളൊക്കെ പുറത്ത് വന്നല്ലോ. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച മത്സരാർത്ഥി തിരിച്ചു വരണ്ടെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയെ കൊണ്ട് ചെന്ന് എത്തിക്കരുത് പ്ലീസ്. എനിക്ക് ബിഗ് ബോസിലെ ഫിക്സിലെ ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയായിരുന്നു ഫിജോ, റോക്കി എന്നുള്ളത്. പിന്നെ റോക്കി പുറത്തു പോയി കഴിഞ്ഞപ്പം റോക്കി ചെയ്ത തെറ്റിനാണ് റോക്കി പുറത്തു പോയത്. അങ്ങനെ തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ ഫിജോ പോയതിന് ശേഷം തിരിച്ചു വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. നമ്മളെ കൊണ്ട് തന്നെ എന്തിനിവൻ വന്നു, ഇവനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, ഒരു കുണുവാവയായി പോയല്ലോ എന്ന് പറയിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കരുത്. ഇഷ്ടമുള്ളത് കൊണ്ട് പറയുക. ഇന്നലെ അവിടെ കാണിച്ച ഷോ ഫിജോ, അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പിന്നെ നമുക്കറിയാമല്ലോ പുറത്ത് എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളത്. ശരണിയുടെ എന്തൊന്നും പിടിച്ച് ഇങ്ങനെ ഗെയിം കളിക്കാനാണ് തങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, അനുഭവിച്ച് തന്നെ തീർക്കുക. പുറത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം അറിഞ്ഞതിന് ശേഷമല്ലേ ഇതങ്ങളകത്ത് കയറിയത്. ഏതായാലും നടക്കട്ടെ, തങ്ങളുടെ ഗെയിം തങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വൈകാതെ തന്നെ തങ്ങളുടെ കപ്പ് എന്നുള്ള ഒരു മോഹം ഒരു ചെറു മരയായി അവശേഷിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ.